പ്രതിരോധ ശക്തികൾ, പ്രതിരോധത്തിന്റെ വക്താക്കൾ ഗസയിലെ ജനങ്ങളെ വിശ്വസ്തയോടെ സംരക്ഷിച്ചു. വിശ്വസ്തയോടെ ഇനിയും സംരക്ഷിക്കും. പറയുന്നത് അബൂ ഉബൈദ. അബൂ ഉബൈദ എന്നാൽ ഹമാസിന്റെ സേനാവിഭാഗമായ ഗറില്ല സേനാവിഭാഗമായ അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവ്. അബൂ ഉബൈദയുടെ ചിത്രങ്ങളൊന്നും ലഭ്യമല്ല. മുഖം മറച്ച രീതിയിലാണ് അദ്ദേഹം പ്രത്യക്ഷപ്പെടുന്നത്. അദ്ദേഹത്തെ പലവട്ടം വധിച്ചുവെന്ന് ഇസ്രായേൽ അവകാശപ്പെട്ടിട്ടുണ്ട്. അദ്ദേഹത്തെ ഇപ്പോൾ നടന്ന യുദ്ധത്തിലും 471 ദിവസം നീണ്ടുനിന്ന യുദ്ധത്തിലും പലവട്ടം വധിച്ചുവെന്ന് ഇസ്രായേൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അബൂ ഉബൈദയെ ഒരു ചുക്കും ചെയ്തിട്ടില്ല. ഇസ്രായേൽ വധിച്ചത് ഇസ്മായിൽ ഹനിയെയും യഹിയ സിൻവറിനെയും. അബൂ ഉബൈദ ഇപ്പോഴും ശക്തനാണ്. പ്രതിരോധ ശക്തികൾ ഗസയിലെ ജനങ്ങളെ വിശ്വസ്തയോടെ സംരക്ഷിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞതോടെ ഹമാസ് ഗസയിലെ ജനങ്ങളെ നെഞ്ചോട് ചേർക്കുമെന്ന ഉറപ്പാണ് നൽകിയത്. യുദ്ധത്തിൽ ഇസ്രായേലിനെ തകർത്തത് അബൂ ഉബൈദയുടെ തന്ത്രങ്ങളാണ്. അൽ ഖസാം ബ്രിഗേഡിന്റെ വീറുറ്റ പോരാട്ടമാണ്. വിറപ്പിച്ചു കളഞ്ഞു ഇസ്രായേലിനെ അൽ ഖസാം ബ്രിഗേഡ് കരയുദ്ധത്തിൽ. അൽ ഖസാം ബ്രിഗേഡ് ഭൂഗർഭ അറകളിൽ ഒളിച്ചിരുന്ന് നടത്തിയ യുദ്ധം ഇസ്രായേലിനെ വട്ടം ചുറ്റിച്ചു. തുരങ്കങ്ങളിൽ കയറി യുദ്ധം ചെയ്യാൻ കഴിവുള്ള അമേരിക്കൻ പട്ടാളക്കാർ ചേർന്നിട്ടും ഇസ്രായേലിനോടൊപ്പം കരയുദ്ധത്തിൽ ചേർന്നിട്ടും അൽ ഖസാം ബ്രിഗേഡിനെ ഒന്നും ചെയ്യാനായില്ല. അൽ ഖസാം ബ്രിഗേഡ് ജയിച്ചു കയറി ഈ യുദ്ധത്തിൽ. അതുകൊണ്ട് തന്നെ ഹമാസിന്റെ ഈ വിജയം അബൂ ഉബൈദയുടെ വിജയം കൂടിയാണ്. പലപ്പോഴായി അബൂ ഉബൈദ അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവായി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ യഥാർത്ഥ ചിത്രം ആർക്കും ലഭ്യമായിട്ടില്ല. അമേരിക്ക പറയുന്നതനുസരിച്ചാണെങ്കിൽ 1985 ഫെബ്രുവരി 11 ഗസയിലാണ് അബൂ ഉബൈദ ജനിച്ചത്. പിന്നീട് അദ്ദേഹം ഹമാസ് പോരാളിയായി മാറി. അതിനുശേഷം ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡിന്റെ മുഖ്യ പരിശീലകനായി മാറി. ഇപ്പോൾ അൽ ഖസാം ബ്രിഗേഡിന്റെ വക്താവ്, ഇസ്രായേൽ തേടുന്ന ഏറ്റവും ഉന്നതനായ നേതാവ്, ഇസ്രായേലിന്റെ ഹിറ്റ് ലിസ്റ്റിൽ പ്രഥമ പരിഗണനയുള്ള നേതാവ്, പല പ്രാവശ്യം കൊല്ലപ്പെട്ടുവെന്ന് ഇസ്രായേൽ പറഞ്ഞ നേതാവ്. ആ നേതാവ് കൊല്ലപ്പെട്ടിട്ടില്ല. അദ്ദേഹം ഏറ്റവും ഒടുവിൽ പ്രസ്താവനയുമായി രംഗത്ത് വന്നിരിക്കുന്നു. അബൂ ഉബൈദയുടെ പ്രസ്താവനകളെല്ലാം ശ്രദ്ധേയമാണ്. ഹമാസിന്റെ യുദ്ധവീര്യം വെളിപ്പെടുത്തുന്ന പ്രസ്താവനകൾ മാത്രമല്ല, ഗസയിലെ ജനങ്ങൾക്ക് ആവേശം പകരുന്ന പ്രസ്താവനകൾ. ഇപ്പോൾ വീണ്ടും ഹമാസിന്റെ നിയന്ത്രണത്തിലായിരിക്കുന്നു ഗസ. ഇസ്രായേൽ നടത്തിയ വംശഹത്യയും ഇസ്രായേൽ നടത്തിയ അധിനിവേശ ശ്രമങ്ങളും ഒക്കെ ഗസയിലെ ജനങ്ങൾ വീറോടെ പൊരുതി നിന്നത്, ഗസയിലെ ജനങ്ങൾ ധൈര്യപൂർവം ഏറ്റുവാങ്ങിയത് ഹമാസിന്റെ വിജയമാണ്. ഹമാസ് പോരാളികളെ അത്രയ്ക്ക് ഇഷ്ടമാണ് ഗസയിലെ ജനങ്ങൾക്ക്. ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡിന്റെ തുരങ്കങ്ങളിൽ നിന്നുള്ള യുദ്ധം ഇപ്പോൾ ലോക യുദ്ധ വിദഗ്ധർ ചർച്ച ചെയ്യുകയാണ്. തുരങ്കങ്ങളിൽ നിന്നിറങ്ങി വന്ന് നിമിഷ നേരം കൊണ്ട് ഇസ്രായേലിന്റെ മെർക്കാവോ ടാങ്കുകളെയും സൈനികരെയും കൊന്നൊടുക്കി തിരിച്ച് തുരങ്കങ്ങളിലേക്ക് പോകുന്ന രീതി, വ്യാജ തുരങ്കങ്ങൾ ഉണ്ടാക്കി അതിലേക്ക് ഇസ്രായേൽ സൈനികരെ ആകർഷിച്ചു കയറ്റി അതിനുള്ളിൽ സ്ഫോടനം സൃഷ്ടിച്ച് ഇസ്രായേൽ സൈനികരെ കൂട്ടക്കൊലയ്ക്ക് ഇരയാക്കുന്ന രീതി, ഇതൊക്കെയാണ് അൽ ഖസാം ബ്രിഗേഡ് അവിടെ പയറ്റിയത്. ഇതൊക്കെയാണ് അൽ ഖസാം ബ്രിഗേഡ് ഹമാസിന്റെ മുൻനിരയിൽ നിന്നുകൊണ്ട് ചെയ്തത്. ഇപ്പോൾ ലോകത്തിന്റെ ശ്രദ്ധ മുഴുവൻ അബൂ ഉബൈദയിലാണ്. അദ്ദേഹം എവിടെയാണെന്ന് ആർക്കും അറിയില്ല. ഗസയിലെ ഏതോ ഒളിത്താവളങ്ങളിൽ അദ്ദേഹമുണ്ടെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അമേരിക്കയും ഇസ്രായേലും, അമേരിക്കയുടെ ചാരസംഘടനയും ഇസ്രായേലിന്റെ ചാരസംഘടനയും ഒക്കെ ഗസയിലെ ഓരോ മൺതരികൾ ഇളക്കി നോക്കിയിട്ടും അബൂ ഉബൈദയെ പോയിട്ട് ഹമാസിന്റെ പോരാളികളുടെ രോമത്തിൽ പോലും തൊടാൻ പറ്റിയില്ല. അതാണ് ഇന്നലെ വിജയാഹ്ലാദത്തിൽ കണ്ടത്. വിജയാഹ്ലാദത്തിൽ 10,000-കണക്കിന് ഹമാസ് പോരാളികളാണ് പങ്കെടുത്തത്. ഇസ്രായേലിനെ ഹമാസ് തോൽപ്പിച്ച ദിവസം, അത് ഗസയുടെ സ്വാതന്ത്ര്യത്തിന്റെ ദിവസമായി ഹമാസ് പോരാളികൾ പ്രഖ്യാപിക്കുമ്പോൾ അബൂ ഉബൈദ എന്ന വ്യക്തി ഹമാസിന്റെ ദേശീയ ഹീറോയായി, പലസ്തീന്റെ ദേശീയ ഹീറോയായി മാറുന്നു.